ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. വേദിയിലും സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളും മഹത് വ്യക്തിത്വങ്ങളും. സോ ഇന്ന് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്, നമ്മൾ ഡോപ്പ മലബാർ ഇൻ്റഗ്രേറ്റഡ് സ്കൂളും അതുപോലെ തന്നെ 5 ഇയർ ക്ലാസ് റൂമും ഒരു ഒഫീഷ്യൽ ലോഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളോട് എല്ലാവരും ആനുവൽ ഡേൻ്റെ ആ ഒരു ആവേശത്തിലാണ് ഇരിക്കുന്നത്, അല്ലേടാ? നിങ്ങൾക്ക് എല്ലാവർക്കും പരിപാടികളുണ്ടോ? ഡാൻസ് ഉണ്ടോ? ഒപ്പന ഉണ്ടോ? പാട്ടുണ്ടോ? നിങ്ങളുടെ കുറേ പ്രോഗ്രാംസ്, നിങ്ങൾ ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത കുറേ പരിപാടികൾ ഈ വേദിയിൽ അരങ്ങേറാറുണ്ട്. ഞാൻ ഇരുന്ന സമയത്ത് അവിടെ ഒപ്പനൻ്റെ ശബ്ദങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും ലക്ഷ്യമല്ലേ 10ാം ക്ലാസ്സിൽ ഫുൾ A+ എന്ന് പറയുന്നത്? ആണോ? എത്ര പേരുടെ ലക്ഷ്യമാണ് 10ാം ക്ലാസ്സിൽ ഫുൾ A+ വേണമെന്നുള്ളത്? ഓക്കെ, ഇത്രയും ആൾക്കാർ 10ാം ക്ലാസ്സിൽ ഫുൾ A+. എത്ര A+ ആണ് 10ാം ക്ലാസ്സിലുള്ളത്? 10 A+ ഉണ്ട് അല്ലേ? കൈതാത്തിക്കോ. ചിലപ്പോൾ നിർഭാഗ്യവശാൽ 1-2 വർഷം മാത്രമേ ഇനി എന്തുണ്ടാവുള്ളൂ, 10ാം ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്കറിയോ? നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ നിങ്ങളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും നിങ്ങളുടെ ഇത്താത്തമാരും ഇക്കാക്കമാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ സ്കൂളിലേക്ക് പോകുന്നില്ലേ? നിങ്ങൾ കാണില്ലേ 10ാം ക്ലാസ്സിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത്? ചിലപ്പോൾ നമ്മൾ പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ നമ്മളെ ഇലക്ഷനൊക്കെ ശേഷം വരുന്ന സമയത്ത് ചിലപ്പം 10ാം ക്ലാസ്സിന് ശേഷം ആവില്ല, 8ാം ക്ലാസ്സിൻ്റെ ശേഷമാവും എന്ത് ചെയ്യുക, 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 11ഉം 12ഉം ഒരുമിച്ചാവും എന്ത് വരുന്നുണ്ടാവുക, നമ്മളുടെ വിദ്യാഭ്യാസം പുതുക്കി പറഞ്ഞ വിദ്യാഭ്യാസം വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ നമ്മൾ എവിടെ വാങ്ങും? +2 വാങ്ങും അല്ലേ? നിങ്ങളൊക്കെ അതിപ്പം പല ക്ലാസ്സിലുള്ള മക്കൾ ഇവിടെ ഉണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ എന്താവണം, നിങ്ങൾ അംബീഷൻ ക്ലാസ്സിൽ നിങ്ങൾ ടീച്ചർമാർ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാറില്ലേ? പേരെന്താണ്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങളുടെ അംബീഷൻ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ടോടാ? ചോദിക്കാറില്ലേ? നിങ്ങൾ അംബീഷൻ എന്താണെന്ന് ചോദിക്കാറില്ലേ? അത് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ തീരുമാനിച്ച ആൾക്കാരുണ്ടോ? എനിക്ക് IAS ഓഫീസർ ആവണം, എനിക്ക് ഡോക്ടർ ആവണം എന്നൊക്കെ വിചാരിച്ച ആൾക്കാരുണ്ടോ? കുറേ ആൾക്കാർക്ക് എന്താണ് നിങ്ങളുടെ അംബീഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ 1-2 കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് കുറേ ദിവസം പ്രാക്ടീസ് ചെയ്തില്ലേ? നിങ്ങൾ പരിപാടിക്കും അതുപോലെ തന്നെ പാട്ടും ഒപ്പനയും ഡാൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്തില്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ വിശിഷ്ട അതിഥികളൊക്കെ പറഞ്ഞ പോലെ തന്നെ IIT-കളും എയിംസുകളും IIM-ഉം ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം എന്ത് ചെയ്യുക, നിങ്ങളെ അധ്യാപകരോട് ചോദിച്ചു നോക്കുക. എന്താണ് IIT, എന്താണ് IIM, എന്താണ് IIHM, അല്ലെങ്കിൽ എന്താണ് എയിംസ്, എന്താണ് CMC, എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ അധ്യാപകരോട് ചോദിച്ചു നോക്കുക. നിങ്ങൾ അതിൽ എന്താവണം, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളെ മക്കളിലൊക്കെ കഴിവ് എന്താണെന്നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്താനും നിങ്ങൾ അധ്യാപകർ ത്രൂ ആയിട്ടും, അതുപോലെ നിങ്ങളെ 5 ഇയർ ക്ലാസ് റൂം ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താനും നിങ്ങൾ പഠിക്കാവുന്നതിൽ ഏറ്റവും നല്ല ക്യാമ്പസുകളിൽ നിങ്ങൾ പഠിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂളും ഞങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കൈകോർക്കുന്നുണ്ട്. സോ അവിടെ വെച്ച് നമുക്ക് കാണാം, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് ഉല്ലസിച്ച് പോവുക. നിങ്ങൾക്ക് വേണ്ടേക്കാൾ കൂടുതൽ എന്തുണ്ട്, നിങ്ങൾക്ക് റിസോഴ്സുകളുണ്ട്. നിങ്ങളുടെ എല്ലാവരും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? സ്നാപ്ചാറ്റ്. ഓക്കെ, ചിലപ്പം നിങ്ങളും നിങ്ങളുടെ പാരൻസും ഇപ്പം നിങ്ങൾക്ക് 12, 13, 14 വയസ്സുള്ള നിങ്ങളും നിങ്ങളെ 40, 50 വയസ്സുള്ള നിങ്ങളെ പാരൻസൊക്കെ ഒരേ സമയത്താണ് ഇതുപോലത്തെ വാട്സപ്പും യൂട്യൂബൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളെ മക്കൾ നോക്കേണ്ടത് എല്ലാ കാര്യങ്ങളും, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു സമയത്താണ് നമ്മളൊക്കെ പഠിക്കുന്നത്. അപ്പം നല്ലതിനെ എന്ത് ചെയ്യുക, നല്ലതിനെ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങളുടെ ഈ ഒരു വേദിയിൽ ഒരു സിമ്പത്തറ്റിക്കൽ അല്ലെങ്കിൽ എമ്പത്തറ്റിക്കൽ ഒരു ആക്ടിവിറ്റി ഇവിടെ നടന്നു. നിങ്ങളുടെ പാരൻസും നിങ്ങളൊക്കെ സ്വരൂപിച്ച ഒരു പൈസ നിങ്ങൾ ഒരു പാലിയേറ്റീവിന് കൈമാറാനൊക്കെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ചെയ്തിട്ടുള്ളത്. അപ്പം പഠനത്തോട് കൂടി എന്ത് ചെയ്യുക, ഒരു ഹ്യൂമാനിറ്റേറിയൻ, നമ്മളൊരു മനുഷ്യന്മാരാണ്, നമ്മളെ സഹപാഠികളോടും എല്ലാവരോടും എന്ത് ചെയ്യണം, ഒരു സിമ്പതിയും ഒരു എമ്പതി ഉണ്ടാവണം എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്കൂൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ നിങ്ങൾ വളരെ നല്ലൊരു കറക്റ്റ് പ്ലേസിലാണ് ഇവിടെ വന്നിട്ടുള്ളത്, നിങ്ങളെ മലബാർ ഇന്റർനാഷണൽ സ്കൂൾ.
ഈ സ്കൂളും ഇവിടെ വഴി വരുന്ന കുറേ പുതിയ പുതിയ പദ്ധതികളൊക്കെ എന്ത് ചെയ്യും നിങ്ങളെ ലക്ഷ്യത്തേക്ക് എത്തിക്കും തന്നെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാ, എല്ലാവരും നന്നായിട്ട് പഠിക്കൂലടാ, പഠിക്കൂലേ, പറഞ്ഞതൊക്കെ കേൾക്കൂലേ, പറഞ്ഞത് മാത്രം നിങ്ങൾ അധ്യാപകരും നമ്മൾ മാനേജ്മെന്റൊക്കെ പറഞ്ഞത് മാത്രം കേട്ടാൽ മതി. നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യും, സക്സസ്ഫുൾ ആവും. സോ നിങ്ങളെ വീണ്ടും ഞങ്ങൾ വെറുപ്പിക്കുന്നില്ല. അടുത്ത ആനുവൽ ഡേ നിങ്ങളുടെ ആഘോഷ പരിപാടികളിലേക്ക്, നിങ്ങളുടെ മക്കളുടെയൊക്കെ ആഘോഷ പരിപാടി കാണാൻ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. പരിപാടിയിലേക്ക് പോട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇനി വേദിയിൽ നാം ഏവരും ആകാംക്ഷയോട്